അസ്സലാമലൈക്കും ദിയൂസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പച്ചമാങ്ങ വെച്ചിട്ട് നല്ലൊരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കാൻ വേണ്ടി പോകുന്നത്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നമ്മുടെ ഈ ചാനൽ പുതുതായിട്ട് ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോയാലോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു വലിയൊരു പച്ചമാങ്ങ കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഇത് കുക്കറിൽ ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതാ മാങ്ങ ഇവിടെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊരു അരിപ്പ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കയ്യിൽ വെച്ചിട്ടൊന്ന് പിഴിഞ്ഞെടുക്കുന്നുണ്ട്. ഒട്ടും തന്നെ ഇതിൽ കട്ടകളൊന്നും ഇല്ലാണ്ട് അതിൻ്റെ ആ ഒരു സത്ത് മാത്രമേ കിട്ടാൻ പാടുള്ളൂ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കുന്നുണ്ട്. ഇനി ഇത് സ്റ്റൗവിൽ വെച്ചിട്ട് ഒന്ന് കുറുക്കിയെടുക്കാം. ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഒരുപാട് മധുരം വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. മധുരമൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി ഈ സമയം ഒരു പാത്രത്തിൽ 2 ടേബിൾ സ്പൂണ് കോൺഫ്ലവർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് സാധാ നോർമൽ പച്ചവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് കട്ടയൊന്നും ഇല്ലാതെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി കോൺഫ്ലവറിൻ്റെ ഈ ഒരു മിക്സ് ഇതിലേക്ക് കുറേശ്ശെ ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കിയെടുക്കുക. ഒറ്റയടിക്ക് ഒഴിച്ചു കൊടുക്കരുത്, ചെറുതായിട്ട് ഇങ്ങനെ ഒഴിച്ചിട്ട് വേണം കേട്ടോ ഇളക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. തീ നല്ല ലോയിലാക്കി വെക്കുക, ഒരിക്കലും കൂട്ടി വെച്ച് കൊടുക്കരുത്. കുറേശ്ശെ ആയിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇതാ മുഴുവനായിട്ട് ഇതിൽ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു ഡ്രോപ്പ് പച്ച കളറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അത് ഓപ്ഷനിലാണ്, വേണ്ടവർ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അത് ചേർത്തിട്ടില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഞാനിത് ഫോട്ടോയ്ക്ക് ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ചേർത്തു എന്നുള്ളൂ ഒരു ഡ്രോപ്പ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇനി അതൊന്ന് കുറുകി വരുന്ന വരെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക കേട്ടോ. പെട്ടെന്ന് തന്നെ കുറുകി കിട്ടും കേട്ടോ. ഇപ്പോൾ അതാ ഇതിവിടെ സെറ്റായിട്ടുണ്ട്. ഇനി ഈ ചൂടോടെ തന്നെ നമ്മൾ ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യാൻ വിചാരിച്ചത് ആ പാത്രത്തിലേക്ക് ചൂടോടെ തന്നെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതിന് നെയ്യൊന്നും തടവേണ്ട ആവശ്യമില്ല കേട്ടോ. നെയ്യൊന്നും തടവാണ്ട് തന്നെ നല്ലപോലെ തന്നെ പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഏത് പാത്രത്തിലാണോ ഉദ്ദേശിച്ചിട്ടുള്ളത് അതിലേക്ക് ചൂടോടെ ഒഴിച്ചു കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ അതാ മിക്സ് മുഴുവൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ചൂടൊക്കെ ആറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് 1 മണിക്കൂറെങ്കിലും ഒന്ന് സെറ്റ് ചെയ്തിട്ട് എടുക്കണം. ഫ്രിഡ്ജിൻ്റെ അടിയത്തെ തട്ടിലാണ് കേട്ടോ വെക്കുക, ഫീസറിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. 1 മണിക്കൂർ വെച്ചതിന് ശേഷം നമുക്ക് ഏത് ഷേപ്പിലാണോ വേണ്ടത് ആ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഇനി ഇത് ഞാൻ കുറച്ച് പഞ്ചസാര പൊടിച്ചത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഇത് നമുക്ക് വേണമെങ്കിൽ ഡെസിക്കേറ്റ് കോക്കനട്ടിലോ പാൽപ്പൊടിയിലോ എന്തിൽ വേണമെങ്കിലും ഇങ്ങനെ കോട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ പഞ്ചസാര പൊടിച്ചതിലാണ് കേട്ടോ കോട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. പച്ചമാങ്ങൊക്കെ ഇഷ്ടപ്പെടുന്നവർ ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ നാളെ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.